ഒരു വചനം വായിച്ചുകൊണ്ട്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താലത്രേ ജീവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പേര് പറഞ്ഞല്ലോ, ജോർജ് എന്നാണ്. മണിയിടിലാണ് എൻ്റെ വീട്. മണിയിട് സെൻറ്റ് കുര്യാക്കോസ് പള്ളി ഇടവകാംഗമാണ് ഞങ്ങൾ 4 മക്കളാണ്. ഞങ്ങൾ മാതാപിതാക്കന്മാർക്ക് അതിൽ മൂത്തയാളാണ് ഞാൻ. പിതാവിന് ജോലിയായിരുന്നു, മാതാവ് വീട്ടുജോലി ആയിരുന്നു. ഞങ്ങൾ 4 മക്കളായതുകൊണ്ട് ഞങ്ങളുടെ കുടുംബം ഒരു ഇടത്തര കുടുംബമാണ്. വലിയ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നുമില്ല. പിതാവ് ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് രാവിലെ വീട്ടിൽ നിന്ന് പോവും. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഉച്ചയ്ക്ക് ഒന്ന് ഊണ് കഴിക്കാൻ വരും. വൈകുന്നേരം ആകുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഞങ്ങളെ എങ്ങനെ ഒരു അങ്ങനെ വലിയ കെയർ ചെയ്യണമെന്ന് കാര്യമൊന്നുമില്ല. കാരണം ഞങ്ങളെക്കുറിച്ച് അങ്ങനെ ദോഷകരമായിട്ടൊന്നും ആരും ഒന്നും പറയാത്ത കാരണം അങ്ങനെ ഒന്നും പഠിക്കണ കാര്യത്തിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യനിഷ്ഠയൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. വളർന്നു വലുതായി വിവാഹമൊക്കെ കഴിഞ്ഞു. 2 മക്കളുമായി കൂട്ടായ്മയിൽ ആ സമയത്ത് കടന്നു ചെല്ലുവാനിടയായി. കൂട്ടായ്മയിൽ പോയി ഒരു ദൈവസ്നേഹമൊക്കെ അനുഭവിച്ചു. അങ്ങനെ സന്തോഷകരമായ കാലത്ത് വാസ്തവത്തിൽ ഞാനും വിചാരിച്ചു എൻ്റെ ഹൃദയത്തിൽ യേശു കർത്താവ് ഉണ്ട്. കർത്താവിൻ്റെ വചനമൊക്കെ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൃപയാലത്രേ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങളുടെ പ്രവർത്തികൾ കാരണമല്ല എന്നൊക്കെ കേട്ട് ഞാൻ എന്നെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. എഫെസ്യ ലേഖനത്തിലൂടെയൊക്കെ പല വചനങ്ങൾ ദൈവദാസന്മാർ സംസാരിക്കുമ്പോൾ അതൊക്കെ കേട്ട് അതൊക്കെ ശരിയാണെന്ന് വിചാരിക്കുമെങ്കിലും സ്വർഗരാജ്യത്തിൽ ഇരുത്തിയപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, സ്വർഗരാജ്യത്തിൽ എന്നെ ഇരുത്തിയെങ്കിൽ അവിടെ ഇരിക്കാൻ അങ്ങനെയുള്ളവർക്ക്, എന്നെപ്പോലെയുള്ളവർക്ക് അവിടെ എങ്ങനെ ഇരിക്കാൻ കഴിയും? എൻ്റെ സ്വഭാവം, എൻ്റെ അകത്തെ മനുഷ്യരിലേക്ക് നോക്കിയാൽ ജോൺ സാറൊക്കെ സാക്ഷ്യം പറയും സാറിനെ ഒരു അധ്യാപകൻ അധമനെന്ന് വിളിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ഞാനതൊക്കെ കേൾക്കുമ്പോൾ ആലോചിക്കും, എന്നെക്കുറിച്ച് ആരും വ്യക്തമായിട്ട് അറിയില്ല. എൻ്റെ ഭാര്യയ്ക്കാണ് എന്നെക്കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിലുള്ളൂ. എന്നെപ്പോലെ അധമനായ ഒരു മനുഷ്യൻ എങ്ങനെ സ്വർഗരാജ്യത്തിലെത്തിയും? സ്വർഗരാജ്യത്തിലെത്തിയാൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുമ്പാകെ ഇരിക്കുമെന്നുള്ള ഒരു ചിന്താഗതി എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. അതിനോടുകൂടി കൂട്ടായ്മയിലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ പിന്നെ ഞാൻ പലരെക്കുറിച്ചും എൻ്റെ ഹൃദയത്തിൽ വളരെ കയ്പ് വന്നു. ആ കയ്പ് അങ്ങ് വളർന്നിട്ട് വാസ്തവത്തിൽ എനിക്ക് പിന്നെ പ്രാർത്ഥിക്കണമെന്നില്ല. കൂട്ടായ്മ എല്ലാം ഉപേക്ഷിച്ചു. ഞാൻ തന്നെ കൂട്ടായ്മയിൽ വാട്സാപ്പിൽ നിന്നൊക്കെ തന്നെ ഇതായി ഉപേക്ഷിച്ചു. ഇനി കൂട്ടായ്മയിലേക്കില്ല, കൂട്ടായ്മയ്ക്ക് പോകേണ്ട കാര്യമില്ല. അങ്ങനെയെല്ലാം അങ്ങനെ ജീവിച്ചു. രാവിലെയും വൈകുന്നേരവും വീട്ടിൽ ഒരു പ്രാർത്ഥന മാത്രമുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ ഞാൻ തനിച്ചിരിക്കുന്നൊന്ന് പ്രാർത്ഥിക്കണമെന്ന് വിചാരിച്ചാൽ പോയി കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഉറക്കം വരും, അല്ലെങ്കിൽ അസ്വസ്ഥതയാവും, വിഷമാവും, കൂടുതൽ നേരം ഒന്നും ഇരിക്കാൻ കഴിയില്ല. ഉടനെ തന്നെ അങ്ങനെ ഇരുന്നാൽ തന്നെയും കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഉറങ്ങിപ്പോവും, തളർത്തു പോവും. പിന്നെ അത് അങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ ഈ കൂട്ടായ്മ ആരംഭിച്ച വിവരം എന്നോട് പല പ്രാവശ്യം പറഞ്ഞു. എങ്കിലും ഞാൻ ഇനി കൂട്ടായ്മയ്ക്കൊന്നുമില്ല. എനിക്ക് ഇതെല്ലാം ഒരു പ്രഹസനമായിട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം തോന്നിയത്. എന്നാൽ മുടിയനായ പുത്രനെ പോലെ ഞാനും കിട്ടിയതെല്ലാം നഷ്ടപ്പെടുത്തി. ഞാൻ എല്ലാം നഷ്ടപ്പെട്ടവനായി വളരെ നിരാശനായി പല സ്ഥലത്തും അങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ വീട്ടിൽ എനിക്ക് ഷോപ്പ്, എൻ്റെ മരുമകനൊരു ഷോപ്പുണ്ട്. ആ ഷോപ്പിൽ പോയിരിക്കും. അവിടെ ഇരിക്കുമ്പോഴൊക്കെ വളരെ നിരാശനായിരിക്കും. എൻ്റെ ഉള്ളുകൊണ്ട് വളരെ നിരാശനായിരുന്നു. എന്നാൽ എൻ്റെ ജീവിതം എങ്ങോട്ട് പോകുന്നതിനെക്കുറിച്ച് ഒരു ചിന്താഗതിയും എനിക്കില്ല. ഞാൻ മരിച്ചാൽ നിത്യതയിൽ എവിടെ എത്തും? ആ ഒരു വലിയ ബുദ്ധിമുട്ട് എന്നെ വളരെയധികം വിഷമിപ്പിച്ചിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം എന്നോട് ഇവിടെ വചനം കേൾക്കാൻ വന്ന് പല പ്രാവശ്യം 1 വർഷത്തോളമായി വചനം കേൾക്കാനായിട്ട് വന്നു തുടങ്ങിയിട്ട്. അങ്ങനെ വന്ന ഒരു ദിവസം എന്നോട് ദൈവദാസൻ ചോദിച്ചു, ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. ഞാനത് കേട്ട് വളരെ ഭയന്നു പോയി. കാരണം ഞാൻ ഈ സ്ഥലത്ത് ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്ക് പിശാചിൻ്റെ ആത്മാവിനാലാണെങ്കിലും കേട്ട് നിൽക്കുന്ന പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന നിങ്ങൾക്ക് എന്നായിരിക്കും ബുദ്ധിമുട്ട്? എന്നെക്കുറിച്ച് എനിക്ക് വളരെ ഭയന്നു പോയി. ഞാൻ പറഞ്ഞു, ഞാൻ പിന്നീട് പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. ഇപ്പം എന്നെക്കൊണ്ട് വഴിയില്ല എന്ന് പറഞ്ഞ് ഞാൻ അതിന് പിന്മാറി. അങ്ങനെ ഇരിക്കെ ഞാൻ വളരെ വിഷമിച്ച് ഈ വചനം കേൾക്കാനൊക്കെ വരുന്നുണ്ടെങ്കിലും ഒരു സമാധാനവുമില്ല, സന്തോഷവുമില്ല. എല്ലാവരും കാണുമ്പോൾ ഒന്ന് ചിരിക്കും, ഒന്നും മിണ്ടാനുള്ള ഒരു
വിഷയമില്ല. എനിക്ക് ആരോടും സംസാരിക്കാൻ, എല്ലാവരെയൊക്കെ കാണണമെന്നുണ്ടെങ്കിലും ഒന്നും സംസാരിക്കാൻ ഒരു വിഷയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്യും. അങ്ങനെ ഇരിക്കുകയാണ് ഞാനിപ്പോൾ ഈ വായിച്ച വചനം. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, കർത്താവായ യേശു ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഈ വചനം ഞാനിങ്ങനെ വചനം കേട്ടും ഒക്കെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് ഒരു വെള്ളിടി പോലെ ഇങ്ങനെ വരികയാണ് ഈ വചനം. ഈ വചനം വന്നിട്ട് എൻ്റെ ഹൃദയത്തോട് ഇങ്ങനെ സംസാരിക്കുന്ന പോലെ തോന്നി. ഞാൻ മരിച്ചു, പിന്നെ അത് പറഞ്ഞതാരാണ്? നിൻ്റെ ദൈവമായ ഞാനല്ലേ നിന്നോട് പറഞ്ഞത് നീ മരിച്ചു, ഇനി ജീവിക്കുന്നത് നീയല്ല, നീ ജീവിക്കുന്നത് ഞാനാണ് നിന്നിൽ. അത് നമുക്ക് ഉള്ള ഏറ്റവും വലിയ ഒരു, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അവിശ്വാസം അതുപോലെ വചനത്തിൽ എനിക്ക് അവിശ്വാസമായി പോയിരുന്നു. ആ അവിശ്വാസത്തിൽ നിന്ന് സ്വർഗം എന്നെ അങ്ങ് പെട്ടെന്നൊരു വിടിവിക്കൂ. അതായത് എനിക്ക് നിമിഷ നേരം കൊണ്ട് എൻ്റെ സകല നിരാശയും മാറി, എൻ്റെ ഹൃദയം അങ്ങോട്ട് തകർന്നു. ഞാൻ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ ഇരുന്നങ്ങ് പ്രാർത്ഥിക്കാനും ഒക്കെ തുടങ്ങി. അതിന് നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ പല പ്രാവശ്യമൊക്കെ വന്നെങ്കിലും പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും എനിക്ക് സാധിക്കാറില്ല. എന്നാൽ ദൈവം എന്നെ പെട്ടെന്ന് അങ്ങ് മാറ്റി, എന്നെ ഒരു വലിയ മാറ്റം എനിക്ക് ദൈവം തന്നു. എൻ്റെ ഹൃദയത്തിലേക്ക് വലിയ സമാധാനം കടന്നു വന്നു, വലിയ സന്തോഷം കടന്നു വന്നു. ഞാനിവിടെ കടന്നു വന്നപ്പോൾ തന്നെ ഈ കുഞ്ഞുങ്ങൾ പാട്ടണ കേട്ടപ്പോൾ ഞാനങ്ങ് ആലോചിക്കുകയാണ്, ഇത് എന്നെ ഒരു വലിയ അത്ഭുതം നടക്കാൻ പോവാണെന്ന് ആ കൊച്ചുങ്ങൾ പാടി. വലിയ അത്ഭുതമാണ്. കാരണം ഒരു പാപിയായ മനുഷ്യൻ്റെ മാനസാന്തരം എന്ന് പറയുന്നതാണ് വലിയ അത്ഭുതം. കാരണം അവനിലേക്ക് ദൈവം കടന്നു വന്നു എന്ന് പറയുമ്പോൾ നമുക്കാർക്ക് അങ്ങ് പറയും, ഈ കേൾക്കുന്ന വചനം വാസ്തവത്തിൽ നമ്മുടെ ഹൃദയത്തിൽ അത് വിശ്വാസമായി പരിണമിക്കായിക കൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ഈ ഗ്ലൂമിയായ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. പലപ്പോഴും ഞാൻ ആലോചിക്കുന്നുണ്ട്, ഞാൻ സ്വർഗത്തിൽ ഞാനിരിക്കുമ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഹൃദയത്തിൽ ഒരു മനോഭാവം ഇവിടെ വന്ന് ഉണ്ടായ ഒരു മനോഭാവമാണ്. നമ്മൾ കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ ഈ വചനം കേൾക്കാനായിട്ട് വരും. ആ കുഞ്ഞുങ്ങൾ ഒരു വികൃതിയൊക്കെ ആണെങ്കിൽ അവർ ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒച്ചപ്പാടും ബഹളവും അതിൻ്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ തുടക്കിയിട്ട് 2 സ്ക്രൂ ഒക്കെ അങ്ങ് കയറ്റി കഴിയുമ്പോൾ കൊച്ച് ആകെ നിലവിളിയും കരച്ചിലുമായിട്ട് അവന് കേട്ട വചനത്തെക്കുറിച്ച് യാതൊരു താല്പര്യമില്ലാതെ ആവുകയാണ് വളർന്നു വരും തോറും. അപ്പോൾ ഈ കൊച്ചിനെ വാസ്തവത്തിൽ എന്നെ സമാധാനത്തോടുകൂടി ഇരുത്താനോ കൊച്ച് വികൃതിയൊക്കെ കാണിക്കുമ്പോൾ ഈ എൻ്റെ ഹൃദയത്തിൽ വന്നത് ഇങ്ങനെയാണ്, ഇതുപോലെ വികൃതിയായിട്ട് ഞാൻ സ്വർഗരാജ്യത്തിൽ കയറി ചെന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ ഇരിക്കാൻ കഴിയില്ലല്ലോ, അവിടുന്ന് ഞാൻ ഓടിപ്പോകുമല്ലോ. അപ്പോൾ എന്നെ കർത്താവ് സ്വർഗരാജ്യത്തിൽ ഇരുത്തി എന്നുള്ള ഒരു വിശ്വാസം എൻ്റെ ഹൃദയത്തിൽ തന്നു. ഇനി എനിക്ക് വരേണ്ടത്, നമ്മൾ ഈ വചനങ്ങളൊക്കെ കേൾക്കാൻ വന്നെങ്കിലും എനിക്ക് രൂപാന്തരം വന്നിട്ടില്ല, എൻ്റെ സ്വഭാവം മാറിയിട്ടില്ല. ആ കുഞ്ഞിനെ പോലെ അവൻ ഈ വചനം കേട്ടുകൊണ്ടിരിക്കും. മറ്റുള്ളവർക്ക് അലോസരമായിട്ട് അവൻ ഒച്ചപ്പാടും ബഹളവും ഒക്കെ നടത്തുമ്പോൾ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാണ്. എന്ന് പറഞ്ഞ പോലെ സ്വർഗരാജ്യത്തിൽ സ്നേഹവും സന്തോഷവും നിറഞ്ഞു കളിയാടുന്ന പരസ്പര സ്നേഹത്തിലും അതുപോലെ തന്നെ സന്തോഷത്തിലും ജീവിക്കുന്ന അവിടെ ഞാനൊരു വികൃതി മനുഷ്യനായി, ഞാനൊരു പാപിയായ മനുഷ്യനായി എനിക്ക് സ്വർഗരാജ്യത്തിൽ ഒരിക്കലും ഇരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ വചനം കേൾക്കാനായിട്ട് നിരന്തരം വരുന്നത്. ഞാൻ സ്വർഗരാജ്യത്തിൽ എത്തുമെന്നുള്ളത് എൻ്റെ പൂർണ്ണ ബോധ്യമാണ്, എനിക്ക് യാതൊരു സംശയവുമില്ല. കാരണം എന്നെ സ്വർഗരാജ്യത്തിൽ എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുള്ള അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ ദൈവമാണ്, അവൻ്റെ വചനമാണ് ഞാനിപ്പോൾ ഏറ്റുപറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് നല്ല ബോധ്യമാണ്, എൻ്റെ യാതൊരു പ്രവൃത്തികളുടെയും ബലത്തിലല്ല ഞാൻ സ്വർഗരാജ്യത്തിലെത്തുന്നത്. ഞാൻ സ്വർഗരാജ്യത്തിലെത്തുന്നത് എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ മഹാകൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. സഹോദരന്മാരെ, എനിക്ക് നിങ്ങളോട് സാക്ഷ്യം പറയാനുള്ളത്, എൻ്റെ ജീവിതത്തിൽ അനേക പോരായ്മകൾ ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ കേട്ട വചനം ഇത് വിശ്വസിച്ചില്ല. കേട്ട വചനം നമുക്ക് അത് ഉപകാരമായി തീരണമെങ്കിൽ നാം എപ്പോഴും അത് വിശ്വസിക്കുന്നവരായി തീരണം. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അവൻ മരിച്ചവരുടെ ഉയർത്തെഴുന്നേറ്റുമെന്ന് ആദരം കൊണ്ട് പറയുകയും വിശ്വസിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ രക്ഷ പ്രാപിക്കും എന്നുള്ള വചനം ഇതെല്ലാം ഇങ്ങനെ കേൾക്കുന്നതല്ലാതെ ഹൃദയത്തിൽ വിശ്വാസമായി പരിണമിക്കുന്നില്ല. വിശ്വാസമാകുമ്പോഴാണ് അത് വാസ്തവത്തിൽ പ്രവൃത്തിയിലേക്ക് കടന്നു വരുന്നത്. പ്രവൃത്തി കൊണ്ടല്ല നാം രക്ഷ പ്രാപിക്കുന്നത്, വിശ്വാസത്താൽ നാം ചെയ്യുന്ന പ്രവൃത്തിയാണെന്നുള്ള ബോധം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. അതുകൊണ്ട് ഞാൻ അന്ന് വരെയും വിചാരിച്ചിരുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നതുകൊണ്ട്, എൻ്റെ പ്രാർത്ഥനയുടെ കുറവ് കൊണ്ടാണ്, ഞാൻ വേദപുസ്തകം വായിക്കാത്തത് കൊണ്ടാണ്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ പാപത്തിൻ്റെ അടിമത്തത്തിലേക്ക് പോയത് എന്നെല്ലാം വിശ്വസിച്ചിരുന്നു. പക്ഷേ എന്നോട് ദൈവം വാസ്തവമായിട്ട് ഇങ്ങനെ എന്നെ സംബന്ധിച്ചൊരു ഒരു ഇടി വെട്ടണ പോലെയാണ് എൻ്റെ ശരീരത്തിലേക്ക്. അതായത് എനിക്ക് പിന്നെ അവിടെ ഇങ്ങനെ ഒരു 10 വോൾട്ടിൻ്റെ
കറണ്ട് ശരീരത്തിലേക്ക് കന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിരുവിരുന്നിങ്ങനെ ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ കുറേ നേരത്തേക്ക് എൻ്റെ ശരീരം അങ്ങനെ വ്യത്യാസം വരും, അങ്ങനെ നിന്ന് ത്രസിക്കുന്ന ഒരു മനോഭാവ അവസ്ഥ. അതൊരു വലിയ അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ. ഞാനിവിടെ കടന്നു വന്ന ഇതിനു മുമ്പ് കടന്നു വന്ന പോലെയല്ല. ഇവിടെ വന്ന ഓരോ വാക്കും എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ അത് സത്യമാണെന്നിങ്ങനെ അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാൻ വലിയൊരു ആനന്ദം ഇങ്ങനെ ഹൃദയത്തിനകത്തേക്ക് കടന്നു വരികയാണ്. ആ ആനന്ദം അനുഭവിക്കുവാൻ അതാണ് വാസ്തവത്തിലുള്ള പിതാവായ ദൈവത്തോടും കർത്താവായ യേശുക്രിസ്തുവിനോടുമുള്ള കൂട്ടായ്മ. നമ്മൾ കൂട്ടായ്മയെ പരിഹസിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ദൈവമക്കളെക്കുറിച്ച് ഇതിനോ, ഈ കയ്പെന്ന് പറയുന്നത് വലിയൊരു വിഷമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വിഷമാണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിൽ അവരോടൊരു കോപം വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. ആ കയ്പ് മുളച്ചാണ് സകലവും നശിക്കുന്നത്, നമ്മുടെ ആത്മീയ ജീവിതം പൂർണ്ണമായി നശിച്ചു പോകുന്നത്. എന്നാൽ ഇതിനെല്ലാം വിടുതൽ ലഭിക്കുന്നത് യേശുക്രിസ്തുവിലൂടെ മാത്രമാണ്. വചനം കേട്ടെങ്കിൽ മാത്രമേ അത് കഴിയുകയുള്ളൂ. എൻ്റെ ജീവിതം ഒരിക്കൽ കൂടി ഞാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുമുമ്പാകെ സമർപ്പിച്ച് അവന് വേണ്ടി ഇനിയുള്ള ശിഷ്ടകാലം ജീവിക്കുവാൻ എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ സമർപ്പണത്തെ സ്വർഗം സ്വീകരിക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാനിടവരട്ടെ.